പഞ്ചസാര വില്ലനാവേണ്ട മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാളടുത്ത് ചിരിക്കും അല്ലേ? ആ ചിരിക്കുമ്പോൾ ഭംഗിയിൽ പുറത്ത് കാണുന്നതാണ് നമ്മുടെ പല്ലുകൾ. ഈ പല്ലുകൾക്കിട്ട് പണി തുടങ്ങും. പഞ്ചസാര പല്ലുകളിൽ എങ്ങനെയാണ് വരുന്നത്? പ്രശ്നമായിട്ട് വരുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് കൂട്ടി അതിൽ നിന്ന് ഒരു ആസിഡ് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ആസിഡ് സെക്രീഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പല്ലുകളിലോട്ട് വരും. അതോടൊപ്പം ഇനാമലിൻ്റെ കട്ടി കുറഞ്ഞ് പല്ലുകളുടെ നിറവും ഭംഗിയും കുറഞ്ഞ് അവരുടെ ബലവും കുറഞ്ഞ് തണുത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പല്ലിന് പുളിപ്പ് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പല്ലിന് പുളിപ്പും അസ്വസ്ഥതയൊക്കെ തോന്നി തുടങ്ങും. അതിനുശേഷം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പുറംചട്ടയായി നിൽക്കുന്ന എല്ലുകളിൽ തേയ്മാനം ഉണ്ടാക്കും. എല്ലുകളുടെ കട്ടി കുറയ്ക്കും. ചെറുതായി എല്ലുകളിൽ പൊട്ടുകളുണ്ടാകും. ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയുന്ന പ്രായം കൂടുന്തോറും നമുക്ക് വരുന്ന എല്ലുകളിൽ വരുന്ന മാറ്റങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കണ്ടേക്കാം. അതേപോലെ നമ്മുടെ നഖങ്ങളിൽ നിറവ്യത്യാസം വരാം. നഖത്തിൻ്റെ ആരോഗ്യം കുറയും. ഈ നഖം, പല്ല്, എല്ല് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ദൃഢമായിട്ടുള്ള ഇടങ്ങളാണ് അല്ലേ? അവയിൽ തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന പഞ്ചസാര നമ്മുടെ ആന്തരിക അവയവത്തിൽ എത്ര കണ്ട് ബാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ലിവർ, പാൻക്രിയാസ്, കിഡ്നി, സ്പ്ലീൻ, ആമാശയം എന്നുവേണ്ട എല്ലാ അവയവങ്ങളിലും, കൂടാതെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും വിശ്രമിക്കാതെ നിരന്തരമായി വർക്ക് ചെയ്യുന്ന ഒരു അവയവമാണ്. ആ അവയവത്തിൽ പോലും തകരാറുകൾ സൃഷ്ടിച്ച് നമ്മുടെ രക്തചംക്രമണത്തെ മൊത്തത്തിൽ ബാധിച്ച് BP-യിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക. ആരോഗ്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്തിനാ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും അസുഖങ്ങൾ വരുന്നില്ലേ, ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇന്നാൾ ഇങ്ങനെ മരിച്ചില്ലേ? അതൊക്കെ വെറും ന്യായങ്ങളാണ്. ആർക്കെപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ കാര്യങ്ങളിലല്ലെങ്കിലും നമ്മളിലൂടെ തെറ്റ് സംഭവിക്കാതെ നമുക്ക് നോക്കാൻ സാധിക്കും. ഏത് സമ്പത്തിനേക്കാളും നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം അല്ലേ? ആ ആരോഗ്യം നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കട്ടെ. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആരോഗ്യ മനസ്സുള്ള ഒരാൾക്ക് ചുറ്റും സന്തോഷം പകരാൻ സാധിക്കും. താങ്ക് യു.